ഹായ് വ്യൂവേഴ്സ്, സെക്കൻഡ് ടെർമിനൽ എവാൾവേഷൻ 2024-25 ആണ് നമ്മളിന്ന് നോക്കുന്നത്. 7th സ്റ്റാൻഡേർഡിൻ്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ എക്സാമിൻ്റെ പേപ്പറാണ്. ഇതിൻ്റെ കീ ആൻസേഴ്സാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി കമ്പൽസറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ഉണ്ട്. 2 to 6 ആക്ടിവിറ്റികളിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണമാണ് എഴുതേണ്ടത്. 2 से 6 तक की गतिविधियों में से किन्हीं 4 के उत्तर लिखिए. गतिविधि फर्स्ट का उत्तर लिखना अनिवार्य है. ओके, देन गतिविधि फर्स्റ്റിൽ खंड पढ़े ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. और प्रश्नों के उत्तर लिखिए. അതിൻ്റെ ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗൻ में किस तरह के पेड़ हैं? ബഡേ പേട്, എങ്ങനത്തെ വൃക്ഷങ്ങളാണ് ഉള്ളത് മുറ്റത്ത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, കൗവ കഹാ ഹേ, എവിടെയാണ് കാക്ക ഇരിക്കുന്നത്, എവിടെയാണ് കാക്കയുള്ളത്. ഓക്കെ, ആംഗൻമേ. കോൺ കോൺ ഖേൽ രഹേ ഥേ, ആരൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത്, ബില്ലി ഓർ തിത്ലി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബില്ലിനെ അച്ചാനക് ക്യാ കിയ, പൂച്ചക്കുട്ടി പെട്ടെന്ന് എന്താ ചെയ്തതാണ്. തിത്ലി और छलांग लगाई, പെട്ടെന്നൊന്ന് എടുത്തു ചാടിയതാണ് പൂച്ച. खंड के आधार पर सही प्रस्ताव चुनकर लिखे. ഈ വായിച്ച പാരഗ്രാഫിൽ നിന്ന് ഏറ്റവും കറക്റ്റായിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് ഇതിൽ തോന്നുന്നത് അത് എടുത്തെഴുതാൻ പറഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് വണ്ണാണ് ബില്ലി കൂവേമേ ഗിർ ഗയി. നെക്സ്റ്റ് സെക്കൻഡ് ഗതിവിധിയാണ് സൂചന, ബായ ഹമാരി चिड़िया रानी कविता की ये पंक्तियाँ पढ़े और प्रश्नों के उत्तर लिखे. ഇത് തന്നിട്ടുള്ള പോയം വായിച്ച് അതിൽ നിന്നുള്ള ഉത്തരങ്ങൾ എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക ബായ ഘോസ്ല ബനാക്കർ കഹാ ലട്ടക്കാത്തി ഹേ, എവിടെയാണ് ബായ അവളുടെ വീടുണ്ടാക്കിയിട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണത് തൂക്കുന്നത്. ഊഞ്ചി ഡാലി പർ. ഓക്കെ, അതിൻ്റെ ആൻസർ ഊഞ്ചി ഡാലി പർ ഹേ. देन पंक्तियों के आधार पर शब्दों का संबंध पहचाने और सही मिलान करें. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ തിരഞ്ഞെടുത്ത് മാച്ച് ചെയ്ത് എഴുതാനാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഞാൻ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നോക്കുക. ചിടിയ റാണി, ബായ, തിൻക, മഹൽ, ഖേത്ത്, ദാന, നദി, പാനി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗതിവിധിയിൽ പറഞ്ഞിട്ടുള്ളത്, ബാരിഷ് കെ ബാദ് കഹാനി കാ യഹ് അൻഷ് പടേ ഓർ പ്രശ്നോं के उत्तर लिखे. ഇതിന് താഴെ തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചതിന് ശേഷം താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആൻസർ ചെയ്യാനാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. कीचड़ में सराबोर गड्ढू ने क्या किया. അപ്പോൾ ഹൻസ, അതിൻ്റെ കറക്റ്റ് ആൻസർ ഹൻസ എന്നാണ്. അവൻ ചിരിച്ചു. गड्ढू फिसल कर कीचड़ में गिर गया. उस घटना पर गुठली ने डायरी लिखी. गुठली की वह डायरी लिखे. അപ്പോൾ ഇവിടെ ഗുഡ്ഡു ചെളിയിൽ വീണു, അതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഹിൻസ് തന്നിട്ടുണ്ട്. ഗോകുൽ ഗയ ഓക്കോ ദേഖ്ന, चांदनी के तले गोकुल गैया को ढूंढना, गुड्डू पेड़ को जोर से हिलाना, पेड़ पर ठहरा हुआ पानी गुठली के ऊपर गिरना. ഇത്രയും 4 പോയിൻറ്റ്സ് അവർ ഹിൻ്റായിട്ട് തന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ആ ഒരു ഡയറി എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഇസ് ഗതിവിധി 4, സൂചന തന്നിട്ടുള്ളത്, तुम जियो हज़ारों साल के दिन हो 50,000, कहानी का यह अंश पढ़े और प्रश्नों के उत्तर लिखे. അപ്പോൾ അവിടെ ഒരു സ്റ്റോറിയിൽ നിന്നുള്ള കുറച്ചൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഗദ്യാംശ് കെ അനുസാർ സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. ഇതിൽ കറക്റ്റ് ആണ് ഏതാണെന്ന് എടുത്തെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ കാർഡ് കെ മേം കാർട്ടൂൺ ബനാഥ, എന്തായിരുന്നു ബർത്ത്ഡേ കാർഡിൽ ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു എന്നാണ് ഉത്തരം. നിമ്മി को विनोद अंकल ने बर्थडे कार्ड दिया था.
आप भी निम्मी के लिए एक ബർത്ത്ഡേ കാർഡ് തയ്യാർ കരെ. അപ്പോൾ ഒരു ബർത്ത്ഡേ കാർഡ് നിർമ്മിക്കാനാണ് നെക്സ്റ്റ് ആയിട്ടുള്ള ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളതിൽ നാം കറക്റ്റായിട്ട് നെയിം, ഡേറ്റ്, താരീഖ്, ചിത്ര അല്ല കാർട്ടൂണിൻ്റെ ചെറിയ ചിത്രം അതിൽ ഉണ്ടാക്കിയിട്ട് ഒരു കാർഡായിരിക്കണം അവിടെ വരച്ചിരിക്കേണ്ടത്, നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞതുപോലെ. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗതിവിധി 5 ആണ്. അതിൽ സൂചന തന്നിട്ടുള്ളത് जन्नत के बच्चे फिल्म लेख का यह अंश पढ़े और प्रश्नों के उत्तर लिखे. ഇതിൻ്റെ ഒരു ചെറിയ ജന്നത്ത് കെ ബച്ചേക്ക ഒരു ചെറിയ പാർട്ട് തന്നിട്ടുണ്ട്. അത് വായിച്ചുകൊണ്ട് അതിന് ശേഷമുള്ള ചോദ്യങ്ങൾ ഉത്തരം എഴുതാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചോദ്യം കഥ ക സമാൻ അർത്ഥ വാല ശബ്ദ ഗദ്യാംശ സെ ചുൻകർ ലിഖേ. അതിന് ഫസ്റ്റ് തന്നിട്ടുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ കഹാനി എന്നാണ്. കഥ എന്ന അർത്ഥം വരുന്ന വേറൊരു വാക്ക്. ആപ്കെ സ്കൂൾ മേ ഫിൽമോത്സവ് ഹോനെ വാല ഹേ. ഇസ്മേ ഇറാനി ഫിലിം ചിൽഡ്രൻ ഓഫ് ഹെവൻ का प्रदर्शन दी है. ഫിൽമോത്സവ് का പോസ്റ്റർ തയ്യാർ കരെ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പോസ്റ്റർ നിർമ്മാണമാണ് നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അട്രാക്റ്റീവായിട്ടുള്ള പോസ്റ്റർ നിർമ്മിച്ചതിന് ശേഷം ഗതിവിധി 6 ആണ്. ചിത്ര ദേഖേ और प्रश्नों के उत्तर लिखे. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കിയിട്ട് ഒരു ചെറിയ ചോദ്യങ്ങൾ തന്നിട്ടുള്ളത് ഉത്തരം എഴുതാമെന്നാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ചിത്രയ്ക്ക് അനുസാർ വാക്യോംക്കോ ക്രമസേ ലഗായി. അപ്പോൾ ഇതൊരു ക്രമത്തിലാക്കിയിട്ട് യോജിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ക്രമം തന്നിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഒരു വയസ്സായ വൃദ്ധൻ റോഡ് അരികിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നതായിട്ടാണ് ഫസ്റ്റ് പോസ്റ്റർ. സെക്കൻഡ്, റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴി മൂന്നാമത്തേൽ അയാൾ വീഴുന്ന ആളെ എണീക്കാൻ ഈ 2 പിള്ളേർ സഹായിക്കുന്നതായിട്ടാണ് നാലാമത്തെ ചിത്രത്തിൽ. അത് അപ്പോൾ അതേപോലെ എഴുതാം. ബൂഢാ ആദ്മി സड़क के पास खड़ा है. सेकेंड वन, बूढ़ा आदमी सड़क पार करने की कोशिश करता है. थर्ड वन, बूढ़ा आदमी गिरने लगता है. फोर्थ वन, बच्चे बूढ़े आदमी की सहायता करते हैं. देन ഖ ചിത്ര ദേഖേ और വാക്യ ലിഖേ. അപ്പോൾ ഒരു ചിത്രം താഴെ തന്നിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് ഇതിനെ കുറിച്ചിട്ടൊരു വരി എഴുതാനാണ് നെക്സ്റ്റ് ലാസ്റ്റായിട്ടുള്ള ചോദ്യം. അപ്പോൾ ഇതെന്തായിരിക്കാം? ഒരു 2 കുട്ടികൾ അയാളെ സഹായിച്ചതിന് ശേഷം വെള്ളം കൊടുക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ അത് എഴുതാം. बूढ़े आदमी को लड़का और लड़की पानी दे रहे हैं അല്ലെങ്കിൽ പിലാ രഹേ ഹേ. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ. എല്ലാവർക്കും മനസ്സിലായി. എല്ലാ ആൻസേഴ്സും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതിയവർക്ക് മാർക്സ് കിട്ടും. ഓക്കെ. താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ് നൈറ്റ്.